all, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാൻഡിങ്, എന്താണ് മാർക്കറ്റിംഗ്, അതായത് ബ്രാൻഡിങ് വേഴ്സസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് ബ്രാൻഡിങ് ടൈപ്സ്, എന്തൊക്കെയാണ് ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എൻ്റയർലി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ആ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ ഒന്നും കൂടെ പറയാം, എന്താണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് എന്നാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ അല്ലെ സർവീസോ ആയിക്കോട്ടെ, അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് നമ്മൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റിംഗ് ഉള്ളത്? മാർക്കറ്റിംഗ് പൊതുവെ നമ്മൾ 3 രീതിയായിട്ടാണ് പറയാറ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ്. ഈ 3 രീതികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തു വരുന്ന മാർക്കറ്റിംഗ് രീതികളാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ TV-യിൽ നമ്മൾ കാണുന്ന പരസ്യങ്ങൾ, അതുപോലെ റേഡിയോയിൽ കാണുന്ന പരസ്യങ്ങൾ, ന്യൂസ് പേപ്പർ, ബിൽ ബോർഡ്സ്, ഫ്ലെക്സസ് പോലുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ മാർക്കറ്റിംഗിന് ഒരു ഉദാഹരണമാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെയും അതുപോലെ തന്നെ വെബ്സൈറ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട്, ഇമെയിലിലൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ സെല് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പൊ എന്താണ് മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ്? മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരു യൂസർ ഉപയോഗിച്ചിട്ട് ആളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആളുടെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിംഗ് തന്നെയുള്ള കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഗൊറില്ല മാർക്കറ്റിംഗ്. എന്താണ് ഗൊറില്ല മാർക്കറ്റിംഗ്? ഞാൻ ഇവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഗൊറില്ല മാർക്കറ്റിംഗ് ഈസ് ആൻ അൺകൺവെൻഷണൽ low cost marketing strategy that uses creativity, surprise and viral tactics to promote a brand, product or services, often in public spaces or online. അതായത് പബ്ലിക് സ്പേസസിലും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിനെയും നമ്മുടെ സർവീസിനെയൊക്കെ വളരെ യുണീക്കായിട്ട് കാണിക്കുക എന്നുള്ളതാണ് എന്ത് ഗൊറില്ല മാർക്കറ്റിംഗിന്റെ ഒരു മെയിൻ കാര്യം. അതായത് ഗൊറില്ല മാർക്കറ്റിംഗ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ ഭയങ്കര യുണീക്കായിട്ട് കാണിക്കുക. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിലും കിറ്റ്കാറ്റിന്റെ പരസ്യം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പം ഈ ഒരു ബ്രാൻഡ് റെഡ് ബുൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്ട്രാറ്റജിനെ കുറിച്ച് നമ്മൾ ഇനിയിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ ബ്രാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ വളരെ യുണീക്ക് ആയിട്ട് കസ്റ്റമേഴ്സിന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഗൊറില്ല മാർക്കറ്റിംഗിൽ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച ബ്രാൻഡാണ് ഇത് റെഡ് ബുൾ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെഡ് ബുള്ളിന്റെ ഗൊറില്ല സ്ട്രാറ്റജിയെ കുറിച്ചാണ്. ഏകദേശം 2000-ലാണ് എന്ത് ചെയ്യുന്നത്, റെഡ് ബുള്ള് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുള്ള ഒരു സമയത്താണ് റെഡ് ബുൾ കടന്നു വരുന്നത്. റെഡ് ബുൾ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തിച്ച സമയത്താണ് അവർ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. റെഡ് ബുള്ളിന്റെ ക്യാൻസർ ശ്രദ്ധിച്ചവർക്ക് അറിയാം. റെഡ് ബുള്ളിന്റെ ക്യാൻസിൽ വളരെ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. റെഡ് ബുൾ എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്, റെഡ് ബുൾ സെല്ലാവുന്നത് അല്ലെ. എന്താണ് റെഡ് ബുൾ, എന്താണ് എനർജി ഡ്രിങ്ക് ആണ്. എന്ത് ഡ്രിങ്ക് ആണ്, എനർജി ഡ്രിങ്ക് ആണ്. അതായത് റെഡ് ബുൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവർ ചിന്തിച്ചു, എന്താണ് റെഡ് ബുൾ, എന്താണ് എന്റെ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, റെഡ് ബുൾ ഒരു എനർജി ഡ്രിങ്ക് ആണ്. അപ്പം ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എനർജി ആവശ്യമുള്ള ആൾക്കാരിലേക്കാണ് എന്ത് പോകേണ്ടത്, റെഡ് ബുൾ എത്തേണ്ടതെന്ന് അവർ ഡിസിഷൻ എടുത്തു. അങ്ങനെ എവിടെയാണ് എനർജി വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, യൂറോപ്യൻ കൺട്രീസിൽ വളരെയധികം എന്താണ് അവർ പാർട്ടീസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും, ഒരുപാട് സ്പോർട്സ് ഏരിയാസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ നോക്കി. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അവരെന്ത് ചെയ്തു, സ്പോർട്സ്, അതുപോലെ തന്നെ പബ്ബുകൾ, അതുപോലെ ഇവന്റ്സ് നടക്കുന്ന ഏരിയാസ്, അവിടെയൊക്കെ അവർക്ക് സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ
അവരെന്ത് ചെയ്തു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റെഡ് ബുള്ളിന്റെ കുറച്ച് കാലി ബോട്ടിൽസ്, അതായത് എംപ്റ്റി ക്യാൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലുള്ള ഇവന്റ് നടക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിടാം, വെറുതെ നിക്ഷേപിച്ചിടാം. ഓക്കെ, അതെങ്ങനെ വർക്ക് ആവുമെന്ന് അവർ ചിന്തിച്ചപ്പോൾ യെസ്, അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് അവർക്ക് വർക്ക് ആയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പോർട്സ് ഇവന്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആൾക്കാർ, ടയേർഡായിട്ട് പുറത്തേക്ക് വരുന്ന ആൾക്കാർ കാണുന്നത് റെഡ് ബുള്ളിന്റെ ഒരുപാട് കാലി ബോട്ടിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചുറ്റും ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, ഓക്കെ ഇത് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ഇതിങ്ങനെ റെഡ് ബുൾ ഇവിടെ കിടക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത് കുടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, റെഡ് ബുൾ വാങ്ങാനായിട്ട് അവർ ഷോപ്പിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതായത് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഒരുപാട് കാലി ബോട്ടിൽ കാണുന്നു, ഇത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പം അവർ അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ അവർ റെഡ് ബുള്ളിന്റെ ക്യാൻസ് അവിടെ കാണുകയാണ്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ബൈ ചെയ്യാണ്. മനുഷ്യന്റെ ഒരു ശാസ്ത്രം വെച്ചിട്ട് എന്താണ്, ഒരു ക്യൂരിയോസിറ്റി വളരെയധികം കൂടുതലാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സോ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒന്ന് മേടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. അതേ ക്യൂരിയോസിറ്റി ആയിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, റെഡ് ബുള്ളിന്റെ കേസിൽ വർക്ക് ആയിട്ടുള്ളത്. ഇത് മാത്രമല്ല കുറച്ചധികം സ്ട്രാറ്റജീസ് ഉണ്ട്, അതും കൂടെ ഞാൻ എന്ത് ചെയ്യാം, റെഡ് ബുള്ളിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അതായത് ഈ ഒരു ചെറിയ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്, അതായത് എംപ്റ്റി ക്യാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2000 റെഡ് ബുള്ളിന് ഏകദേശം 1 ബില്യണോളം സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഇത്രയും എമൗണ്ട്, അതായത് 1 ബില്യണോളം റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും മൈൻഡിലും ഉണ്ടാകുന്ന ഒരു തോട്ടാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ റീസൺ? ഇത് മാത്രമല്ല ഇതിന്റെ റീസൺ. കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ അവരുടെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, അവരുടെ ത്രൂ ഔട്ട് വാക്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ബോട്ടിൽ, എന്തെങ്കിലും ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ കയ്യിൽ കരുതുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അതൊരു കോഫി ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും, എപ്പോഴും അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഒരു ബോട്ടിൽ ഉണ്ടായിരിക്കും. ഈ ഒരു സാധനം കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റെഡ് ബുള്ളിന്റെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആയത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, റെഡ് ബുള്ളിന്റെ ബോട്ടിൽ കുടിച്ചിട്ട് റോഡിലൂടെ ഞാൻ നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വെക്കാം, എന്താണിത്, എന്താണ് ഈ പ്രൊഡക്റ്റ് അല്ലെ, ഈ പ്രൊഡക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിലോ ഹൈപ്പർ മാർക്കറ്റ്സിലോ ഒക്കെ കയറുന്ന സമയത്ത് എന്റെ കയ്യിൽ കണ്ട ഇതേ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഷെൽഫിൽ കാണും. ഇത് തന്നെയാണെന്ത് റെഡ് ബുള്ളിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജി. റെഡ് ബുള്ളിന്റെ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും എന്തായാലും ഡിഫറെന്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് അടുത്ത ടോപ്പിക്. അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് എന്ത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഓക്കെ, എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്? അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് കുറച്ചധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ അവരുടെ ഓഡിയൻസിലൂടെ എത്തിക്കുന്നതിനാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് സിംപിളി ഞാൻ ഒന്നുകൂടി പറയാം, എന്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ എന്താണ് ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് വിചാരിക്കുക. ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണ്, ഒരു 1 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഒരു കുക്കിംഗ് ചാനലാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ചാനൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ വെക്കുന്ന പ്രൊഡക്റ്റ് എന്താണ്, ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എന്റെ പ്രൊഡക്റ്റിനെ എത്തിക്കാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറയുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തന്നെ 2-3 കാറ്റഗറി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചധികം കാര്യങ്ങൾ ആ ടോപ്പിക്കിൽ പറയാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഓഡിയൻസ് വഴി സെൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ഗൊറില്ല മാർക്കറ്റിംഗ് ആണെങ്കിലും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണൊക്കെ എന്താണ്, മാർക്കറ്റിംഗിൽ ഇൻസ്റ്റന്റ് ആയിട്ട് സെയിൽ കൊണ്ടുവരാൻ നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിച്ചു അല്ലെ. എന്താണ് മാർക്കറ്റിംഗ്, ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയാണ്, മാർക്കറ്റിംഗിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് മാർക്കറ്റിംഗ് വേഴ്സസ് ബ്രാൻഡിംഗിലെ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നമ്മൾ എന്ത് ചെയ്തു, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കാണ് ബ്രാൻഡിംഗ്. ബ്രാൻഡിംഗ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ബ്രാൻഡിംഗ് എന്താണ്, ടൈപ്സ് ഓഫ് ബ്രാൻഡിംഗ് എന്താണ്, എന്തൊക്കെ രീതിയിൽ ബ്രാൻഡിംഗ് ചെയ്തിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ എന്റെ ലിങ്ക് ഉണ്ട്, എന്റെ വാട്സ്ആപ്പ് നമ്പർ ലിങ്ക് ഉണ്ട്. യു ക്യാൻ കണക്ട് മീ ഓൺ വാട്സ്ആപ്പ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.